ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിശേഷം എന്തൊക്കെയാണ്? സുഖമാണോ? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ട് പോകുന്നു കേട്ടോ. പക്ഷെ മക്കൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. വിഷമം എന്നല്ല, നമുക്ക് എന്താ പറയുക, മക്കൾക്ക് ജലദോഷം പിടിച്ചേക്കുന്നു കേട്ടോ. ഞാൻ പാലൂർ വീട്ടിലാവുമ്പോൾ എന്താ പറയുക, അവിടുന്ന് പോരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഡോക്ടറെ കാട്ടിയിരുന്നു കേട്ടോ. അവിടെ പഞ്ചായത്ത് പോയി കാണിച്ചിരുന്നു. ചെറിയ ജലദോഷം ഇതുപോലെ മൂക്കൊലിപ്പും ചെറിയ കോരയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു രണ്ടാൾ ജലദോഷമൊക്കെ നേരെ മാറിയിരുന്നു. പക്ഷേ ഷേസു ബേബിയുടെ ഒരു പണി എന്താണ്, കണ്ണ് തെറ്റിയാൽ പോയിട്ട് പൈപ്പ് തിരിക്കും, പിന്നെന്താ ആ വെള്ളം കുടിക്കുക, പിന്നെ ആ വെള്ളം മേത്ത് കൂടെ പാരുക, കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളത്തിലൊരു 5ൻ്റെ കളിയാണ് കേട്ടോ. അപ്പം അത് കാരണം തന്നെ മാറിയതായിരുന്നു, ജലദോഷം മൂക്കൊലിപ്പൊക്കെ മാറി സെറ്റായതായിരുന്നു. പക്ഷെ വീണ്ടും എന്താ പറയുക, അത് റിപ്പീറ്റായിട്ട് പിന്നെയും വന്നു കേട്ടോ. ഇപ്പം ഒന്നാമതേ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ പിന്നാലെ വെള്ളത്തിലും പാടി കളി ഓവറായപ്പോൾ ജലദോഷം മാറുന്നില്ല കേട്ടോ. മൂക്കിൽ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ റയാനാണെങ്കിലോ കുരക്കൊന്നും ഒരു ഭേദമില്ല. അപ്പം ഞാൻ എന്താ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, 2ാം ശനിയാണ്. അപ്പോൾ ഉമ്മാട് ഞാൻ ചോദിച്ചു, 2ാം ശനിക്ക് പഞ്ചായത്ത് ഉണ്ടാവുമോ ചോദിച്ചു കേട്ടോ. നമ്മൾ പഞ്ചായത്ത് കാട്ടിയാൽ അത്യാവശ്യം എല്ലാ മരുന്നും അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നല്ലോണം അത്രമീറ്റും നല്ല അധികമാണെങ്കിൽ നമ്മൾ മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിക്കലുണ്ട് കേട്ടോ. ഇപ്പം സാധാ ജലദോഷം പനിക്കൊക്കെ നമ്മൾ ഇവിടെ പോയാൽ തന്നെ എല്ലാ മരുന്നും കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ ശനിയാഴ്ച നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിൽ പോയി കാണിച്ചു, മരുന്നൊക്കെ കിട്ടിയിട്ടോ. കഫക്കെട്ടിനുള്ള മരുന്നൊക്കെ തന്നു. അപ്പോൾ നമ്മൾ ഞാൻ രാവിലെ 2 ഗോതമ്പ് ദോശയുടെ ഇട്ടിട്ട് കഴിച്ചിട്ട് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴോ ഇന്നലെ ഇട്ട് പോയതും ഇന്നിട്ട് പോയതൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ. കുറേ രാവിലത്തൊക്കെ ഉമ്മ തിരുമ്പി, അപ്പോൾ ബാക്കി കുറച്ചുള്ളത് ഞാനാണ് തിരുമ്പിട്ടോ. പിന്നെ നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ ബിരിയാണി കേട്ടോ. ഇന്നിപ്പോൾ മീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. മീൻ എന്തോ വില കൂടിയ കാരണമൊന്നും മീൻ നമ്മളത് വീടിൻ്റെ അടുത്ത് കൂടെ വന്നിട്ടില്ല. അപ്പം ഞാൻ പോയപ്പോൾ എനിക്ക് കുട്ടികൾ ഷെസാൻ എടുക്കുക, റയാൻ നോക്കണം. അപ്പോൾ പിന്നെ മീൻ വാങ്ങാനെന്നുള്ളൊരു ചാൻസ് ഇല്ല കേട്ടോ. നമ്മൾ മക്കളെ എടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സാധനം വാങ്ങാൻ കയറുമ്പോഴൊക്കെ എന്താ ഷെസാൻ ഇങ്ങനെ റയ്യൂൻ്റെ പോലെ ഷെസാനാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടാളും അങ്ങനെ കൈമ പിടിച്ച് കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. ഇതിപ്പോൾ ഓന് ഒക്കെ തന്നെ വെച്ചങ്ങാണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നത് തന്നെ ഭാഗ്യം കേട്ടോ. അപ്പം അതൊന്നും വാങ്ങിയില്ല. അപ്പം ഇന്ന് മീനൊന്നും ഇല്ല, എന്നാലും ഉമ്മ കറിയും കാര്യങ്ങളും മോരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കണമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അപ്പുറത്തുനിന്ന് നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടോ. അപ്പം അത് കണ്ടപ്പോൾ തന്നെ പിന്നെ പകുതി വിശപ്പ് എന്താ പറയുക അവിടെ നിന്നിട്ടോ. അപ്പം ഇനി എന്തായാലും കഴിക്കുമ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാമല്ലോ. അപ്പോൾ റയ്യു ബേബിക്ക് എന്താണ് ചിക്കൻ ബിരിയാണി വിളമ്പി കൊടുത്തു. പിന്നെ നമ്മളും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷേസു ബേബിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, വേണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓന് വേണ്ട പറയട്ടെ. ഇടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കും കേട്ടോ. ബിരിയാണിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കും ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കൂല കേട്ടോ. ഓനിക്ക് വിശക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ടൈപ്പാണ്. അല്ലാതെ റയ്യൂൻ്റെ പോലെ നമ്മളിങ്ങനെ ഒക്കെ കുത്തി കയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിൽ നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ. ഷേസു ബേബിക്ക് അങ്ങനെ മരുന്ന് കുടിക്കാൻ വലിയ മടിയൊന്നുമില്ല കേട്ടോ. അപ്പം മരുന്ന് കുടിക്കും. എന്നാൽ ഇടയ്ക്ക് മടിയുണ്ട്, പക്ഷേ എല്ലാ ടൈമിലും അങ്ങനെ കുടിക്കലുണ്ട് കേട്ടോ. വലിയ ഇടങ്ങേറൊന്നുമില്ല. ഇപ്പം പിന്നെ റയാനാണ് മരുന്ന് കുടിക്കണ ഇഷ്ടമല്ല കേട്ടോ. റയാനിപ്പോൾ ഗുളിക മതിയെന്ന് ഓൻ തന്നെ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഗുളിക എഴുതിപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ കഫക്കെട്ടിൻ്റെ മരുന്ന് കിട്ടിയ കാരണം ഇനി എന്തായാലും കോരൊക്കെ മാറും കേട്ടോ. അപ്പോൾ അന്ന് ഫസ്റ്റ് പോയ ടൈമിൽ തന്നെ ഇപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്നൊന്നും ഡോക്ടർമാർ തരലില്ല. നമ്മൾ 2ാം വട്ടം പോകുമ്പോഴുള്ളൂ ഈ കഫക്കെട്ടിൻ്റെ മരുന്നൊക്കെ തരലുള്ളൂ കേട്ടോ. കാരണം ഇത് ആൻറ്റിബയോട്ടിക് അല്ല. അപ്പോൾ നമ്മൾ ചെറിയ ജലദോഷം ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ സാധാ കുരയുടെ മരുന്ന് കുടിച്ചാൽ മാറും. പിന്നെ നമ്മൾ നല്ല അധികമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആൻറ്റിബയോട്ടിക് ഒക്കെ തരല്. അതിനിടയിൽ കുറച്ച് മുട്ടൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ വെച്ചു കേട്ടോ. പിന്നെ റയ്യു ബേബി കുറച്ച് പഴം വാട്ടാണ് കേട്ടോ. നിങ്ങൾ ഡെയിലി ഇവൾക്ക് എന്താ പറയുക പഴം ഉണ്ടാക്കൽ തന്നെ പണിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക. പ്രത്യേകിച്ച് അപ്പോൾ ഈവനിങ് ടൈമിൽ നമ്മൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ മക്കൾക്ക് ഒന്നും പാടി നല്ലത് ബനാന ആണെങ്കിൽ അത് കുറച്ചും പാടി നല്ലതല്ലേ.
ഈ എണ്ണക്കടി ഉമ്മ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അധികം എൻ്റെ ഷോർട്സിലൊക്കെ പല എണ്ണക്കടി വീഡിയോസൊക്കെ ഞാൻ ഇടലുണ്ട്. പിന്നെ ഷേസ് ബേബിക്ക് ഇന്ന് പഴം പിങ്ങി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ എൻ്റെ ഷേസ് ബേബിക്ക് ഒരു 2 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ വൈകുന്നേരത്തെ ടൈമിൽ നമ്മൾ പഴം വാട്ടി ഒക്കെ പഴമല്ലാതെ പിന്നെ അമൃതം കുറുക്ക് അല്ലെങ്കിൽ അമൃതപ്പൊടി, ഈ കോറക്കുറുക്ക് അല്ലെങ്കിൽ ഇപ്പം എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കുറുക്കുകളോ അല്ലെങ്കിൽ പഴം പിങ്ങി ഇതൊക്കെ തന്നെ ഉള്ളു നമുക്ക് എന്താ പറയുക കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പമൊക്കെ പിന്നെ രാവിലെ അപ്പം കഴിക്കും, ഉച്ചക്ക് ചോറ് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും ഇതുപോലെ കുറുക്കോ പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ വിശക്കുണ്ടെങ്കിൽ ഓൻ തന്നെ നമ്മളോട് ചോദിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഇന്ന് പാലൊന്നും സ്റ്റോക്കില്ല കേട്ടോ. അപ്പോൾ കൊടുന്ന പാലിൽ നിന്ന് കുറച്ച് പാല് ഞാൻ എടുത്തിട്ട് എനിക്ക് മാത്രം ചായ ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചായക്ക് ഭയങ്കര ഒരു അഡിക്റ്റ് ആയിക്കാണ്. ഈ മധുരം കഴിക്കാൻ നമുക്കിങ്ങനെ താല്പര്യം തോന്നുന്നത് അതൊരു അഡിക്റ്റ് ആവുകൊണ്ടാണ്. കാരണം ഷുഗറുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം കിട്ടും. ആ സന്തോഷം തന്നെ നമുക്ക് അതൊക്കെ പിന്നെയും ചായ കുടിക്കണം അല്ലെങ്കിൽ പിന്നെയും ഈ ബേക്കറി ഐറ്റംസ് കഴിക്കണം എന്ന് തോന്നും കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ നല്ല കമ്മിയാണ്. ചായ ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ കമ്മിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 80 കിലോ വെയിറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു 57 കിലോയിലാണ് നിൽക്കുന്നത്. ഞാൻ നല്ലോണം ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ചായക്കൊരു കണക്കില്ല. ചായ ഒരു തോന്നുമ്പോൾ ഒരു 3, 4 ഗ്ലാസ്സൊക്കെ ഞാൻ കുടിക്കും കേട്ടോ. പിന്നെ അതുപോലെ ബേക്കറി ഒക്കെ തോന്നുമ്പോൾ കഴിക്കും. ചോറാണെങ്കിൽ ചോറ് നല്ലോണം കഴിക്കും. അപ്പോൾ ഇപ്പോൾ നല്ലോണം ഞാൻ കമ്മിയാക്കി പിടിച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ഒക്കെ ലെവലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് ഭാവിക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഷേസു ബേബിക്ക് നമ്മൾ പഴം കൊടുത്തു. പിന്നെ റേ ബേബിക്ക് ഉമ്മ വാരി കൊടുത്തു കേട്ടോ. ഞാൻ ഒറ്റക്ക് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും ഓനെ കഴിക്കൂല. പിന്നെ അത് കാണുമ്പോൾ ഉമ്മ പിന്നെ വാരി കൊടുക്കും കേട്ടോ. വാരി കൊടുക്കില്ല, കോരി കൊടുക്കും, ടീസ്പൂൺ കൊണ്ട് എടുത്ത് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ആകെ പെനഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനാക്കി വെച്ചു. പിന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഒക്കെ അലമ്പായി കിടക്കായിരുന്നു. ഞാൻ അടുക്കളയിൽ കയറിയാൽ തന്നെ ആകെ അലമ്പായി കിടക്കും കേട്ടോ. പിന്നെ ഒന്ന് മുതൽ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഉമ്മയുടെ വായിത്തെ ചീത്ത ഉറപ്പാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഷേസു ബേബി അടിയിൽ നമ്മൾ വിറക് വെച്ച് കൊടുത്തുനിന്ന് ഒരു വിറക് എടുത്തിട്ട് നമ്മൾ ചായപാത്രം തള്ളിയിട്ടത് അതിൽ വല്ല പാലോ ചൂടുവെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മേത്തേക്കും ആവും ഷേസുവിൻ്റെ മേത്തേക്കും ആവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓലെ കുറുമ്പ് ഓലെ നോക്കാൻ നല്ല പണിയാണ്. ഷേസാനെ നോക്കാനും റയ്യാനെ നോക്കാനും ഒക്കെ നല്ല പണിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ എടുത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ടുള്ള കാരണമാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പോൾ പുതുതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.